അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പൊടിയൊക്കെ ആയതുകൊണ്ട് റേഡിയേറ്ററും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് കരുതി, അതുകൊണ്ട് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഒരു 4-5 കൊല്ലം മുന്നേ നമ്മളിവിടെ കൊണ്ട് റേഡിയേറ്റർ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ റേഡിയേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് വാഹനത്തിൻ്റെയാണ് റേഡിയേറ്റർ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇവർ റിപ്പയർ ചെയ്ത് തരും. പിന്നെ ഏത് വാഹനമാണെങ്കിലും JCBയുടെ അതുപോലെ ഹിറ്റ് ലൈലാൻഡ് ബസ്സിൻ്റെ ഒക്കെ ഒരുപാട് റേഡിയേറ്ററിൽ ഇരിപ്പുണ്ട്. റിപ്പയറിങ്ങും അതുപോലെ തന്നെ പുതിയ റേഡിയേറ്ററും ഉണ്ട്. എയർ പ്രഷർ കൊടുത്ത് വെള്ളത്തിലിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇടയ്ക്ക് വരത്തില്ല. JCBയുടെ ഫുൾ അലുമിനിയം വരുന്ന റേഡിയേറ്ററുകളുണ്ട്. ഫുൾ തിക്നെസ് ആയിട്ടുള്ള ഫൈബർ അല്ലാണ്ട് വരുന്ന ഫുള്ളായിട്ട് അലുമിനിയം. അത് ഫുൾ സർവീസ് നമുക്ക് ഇവിടെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് ടിഗ് വെൽഡ് ചെയ്യുന്ന വർക്ക് നമുക്കുണ്ട്. ടിഗ് വെൽഡിങ് എന്ന് പറയുമ്പോൾ അലുമിനിയം വെൽഡിംഗ് എന്നാണ് എൻ്റെ ഒരു മിഷൻ ഉണ്ട്. അത് ഇതുപോലത്തെ മിഷൻ ചെയ്യുന്നത്. നമ്മളിത് എത്ര നാളായിട്ട് ഇവിടെ സ്ഥാപനമുണ്ട്? സ്ഥാപനം 40 വർഷമായിട്ടുണ്ട്. 40 വർഷമായിട്ടല്ലേ? 45 വർഷമായിട്ട് നമ്മളിതുണ്ട്. ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പരിപാടികളൊക്കെ. അവന് എൻ്റെ ഒരു ജോസ് 45 വർഷമായിട്ട് ഈ പ്രസ്ഥാനം ഉണ്ടല്ലേ? അപ്പോൾ ആദ്യകാലത്ത് മറ്റേ ഈ കോപ്പറിൻ്റെ റേഡിയേറ്ററാണ് നമ്മൾ മെയിനായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഹെവി വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെ വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ഇവിടെ റേഡിയേറ്റർ പുതിയതും ഉണ്ട്. പുതിയ റേഡിയേറ്റർ നമ്മൾ അല്ലേ? പിന്നെ പഴയ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം റിപ്പയർ ചെയ്തെടുക്കാനാണെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലേ? പുതിയ മോഡലിനെ പറ്റി വേണമെങ്കിൽ മകനോട് ചോദിച്ചാൽ മതി കാര്യങ്ങളെല്ലാം. അലുമിനിയം വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ടിഗ് വെൽഡിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. ടിഗ് ഉണ്ട്, പിന്നെ ഗ്യാസിലും ചെയ്യുന്നുണ്ട്. ഫുൾ അലുമിനിയം വരുന്ന തിക്നെസ്സിലുള്ള റേഡിയേറ്ററുകൾ കട്ട് ചെയ്ത് ടിഗ് അടിച്ച് ചെയ്യാറുണ്ട്. പിന്നെ റേഡിയേറ്ററിന്റെ എല്ലാ സംബന്ധിച്ചുള്ള എല്ലാ വർക്കുകളും ഇന്റർകൂളർ, വെൽഡിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. റേഡിയേറ്റർ സംബന്ധിച്ചുള്ള പാർട്സുകളും പുതിയ റേഡിയേറ്ററുകളും അതിന്റെ പാർട്സും മെയിനായിട്ട് സർവീസാണ്. സർവീസിലെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ പാർട്സുകളൊക്കെ ഉണ്ട്. സെക്കൻഡ് എല്ലാ റേഡിയേറ്ററും ഉണ്ടോ? എല്ലാ പുതിയ റേഡിയേറ്റർ അത്യാവശ്യം തരത്തിലുള്ള വണ്ടികളിലൊക്കെ അത്യാവശ്യം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതാണെങ്കിൽ വരുത്തിച്ചു കൊടുക്കും അല്ലേ? ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ലൊക്കേഷൻ കൂത്താട്ടുളം എന്ന് പറഞ്ഞ സ്ഥലം. കൂത്താട്ടുളത്ത് TB ജംഗ്ഷൻ MC റോഡില് ഗവൺമെന്റ് UP സ്കൂളിനടുത്ത്. ഇത് അകലെ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് ഒത്തിരി പണി. നമുക്ക് കോട്ടയം ഭാഗം, ആലപ്പുഴ, ഇടുക്കി ഏരിയ എന്നൊക്കെ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റെയറായിട്ട് വരുന്ന വർക്ക് നമ്മൾ അന്വേഷിച്ച് വന്ന് ചെയ്യും. വെൽഡിങ്ങിന് വേണ്ടി വെൽഡിങ്ങിന് വേണ്ടി റെയറായിട്ട് വരുന്ന അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്യൂൽ ടാങ്കുകളൊക്കെ നമ്മൾ പെട്രോൾ ടാങ്ക് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ഈ റേഡിയേറ്ററിന്റെ തിരക്ക് അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന റേഡിയേറ്ററിന്റെ തിരക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുള്ളൂ ചെയ്യും. ഒരു 1-2 ദിവസം ഒത്തിരി വലിയ വർക്കാണെങ്കിൽ ഒത്തിരി ലീക്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്ത് വിടാറുണ്ട്. അത് തിരക്കനുസരിച്ച് ചിലപ്പോൾ വർക്കിന്റെ പെർഫെക്ഷൻ കുറയും അല്ലേ? പിടിപ്പിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് കുറച്ച് ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ വന്നിട്ട് പോലും 2-2.5-3 മണിക്കൂറോളം എടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്ത് തിരക്കില്ലാത്തൊരു സമയമാണ്. തിരക്കാണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പം നമ്മളൊരു സാധാരണ ഒരു ഫുൾ സർവീസിന് ഒരു രാവിലെ തന്നാല് ഒരു വൈകുന്നേരം സമയം കൊണ്ടുകൂടാണ് സാധാരണ തീർത്ത് വിടാറ്. പിന്നെ നമുക്ക് അതിനനുസരിച്ച് തിരക്കില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്ത് വിടാൻ പറ്റും. എല്ലാവിധ റേഡിയേറ്ററും നമ്മൾ അഴിച്ച് ഫുൾ സർവീസ് ഉണ്ട്. പിന്നെ ലീക്ക് മാത്രമുള്ള അങ്ങനെ ലീക്ക് നിർത്തും. പിന്നെ പാർട്സുകൾ വരച്ചു കൊടുക്കാൻ പറ്റും. ഉള്ള പാർട്സുകൾ നമുക്ക് അപ്പം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്ത് വിടാൻ പറ്റും. കൂടുതൽ ഹെൽപ്പിന് ആളുണ്ടല്ലോ? 2 പേരുണ്ട്, സ്റ്റാഫുകളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവരെ കാണാൻ പറ്റില്ല. നമുക്ക് സ്റ്റാഫുകളുണ്ട്, വർഷങ്ങളായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളാണ്. അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അതെ, അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ പിന്നെ അതങ്ങ് തുടർന്ന് നടത്തുന്നു. ചേട്ടൻ നേരത്തെ വിദേശത്തായിരുന്നു? 2 വർഷം ഖത്തറിലായിരുന്നു. അവിടെ ഫാക്ടറി തന്നെയായിരുന്നു റേഡിയേറ്ററിനെ സംബന്ധിച്ച്. അതെ, അവിടെ ടെക്നീഷ്യൻ ആയിരുന്നു. 2 വർഷം അവിടെ ഇരുന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായോണ്ടേ അതെല്ലാം ഹെവി വാഹനങ്ങളിലായിരുന്നു അവിടെ. ഹെവി വർക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ തൊടുപുഴ പാലാ റൂട്ടിലൊക്കെ ബസ് സർവീസ് നടത്തുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ടു. ചേട്ടൻ്റെ അനുഭവം ചോദിക്കാം. ചേട്ടന് എത്ര നാളായിട്ട് ഇവിടെ പരിചയമുണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഇവിടെ 2 വർഷമായിട്ടല്ലേ? ചേട്ടൻ്റെ വണ്ടി ബസ് സർവീസിൻ്റെ പേരെന്നാ? ബസ് സർവീസ് പാലാ തൊടുപുഴയാണ് ഞങ്ങളുടെ മെയിൻ സർവീസ്. ശക്തി മോട്ടോഴ്സ് എന്നാണ്. ശക്തി മോട്ടോഴ്സ് അല്ലേ? ഇവിടെ പിന്നെ ഭംഗിയായിട്ട് ചെയ്തു തരും. ഈ സെൻസർ വണ്ടിയുടെ എല്ലാം മാറി വെക്കണമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് പിന്നെ വെട്ടി അത് പുള്ളി ക്ലീനായിട്ട് മാറാണ്ട് മിക്കവാറും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. വണ്ടി ഇതുവരെ നിലവിൽ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല വർക്കൊക്കെയാണ് അവിടുത്തെ.
എങ്ങനെ ബസ് സർവീസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബസ് സർവീസ് ബുദ്ധിമുട്ടാണ്. കഷ്ടി അങ്ങോട്ട് നടന്നു പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ചെലവുകളും എല്ലാം കൂടി കളക്ഷനാണെങ്കിൽ പൊതുവെ കുറവുണ്ട്. അല്ല, ഇപ്പം ബസ് ചാർജൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് നല്ല ലാഭകരമല്ലേ? ലാഭകരമാണെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്ന പാസുകാരും വിദ്യാർത്ഥികളും ഒക്കെയാണ് കൂടുതലും. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ടിക്കറ്റ് KSRTC കയറും അല്ലേ? ടിക്കറ്റ് KSRTC കയറും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സൊസൈറ്റി പോലെ നടത്തുന്നുണ്ട്. 4-5 പേര് കൂടി നടത്തുന്നതാണ്. 10-12 വണ്ടി ഞങ്ങൾക്കുണ്ട്. ഏതൊക്കെ റൂട്ടിൽ നമ്മുടെ സർവീസ് ഉള്ളത്? നമുക്ക് പിന്നെ ഹൈറേഞ്ചാണ്. ശാന്തമ്പാറ, അടിമാലി വഴി പോകുന്ന ശാന്തമ്പാറയുണ്ട്, നെടുങ്കണ്ടമുണ്ട്, പിന്നെ പാലാതൊഴിയുണ്ട്. ആ വണ്ടികളിലൊക്കെ പേരെന്ന് പറയാമോ? എൻ്റെ സ്വന്തം വണ്ടി മേരിമാത. അത് പാലാതൊഴിയാണ്. ഒരു 50 വർഷത്തിന് മുകളിലായി സർവീസ് തുടങ്ങിയിട്ട്. പിന്നെ ഹൈറേഞ്ച് വണ്ടി ഏതാണ്? ഹൈറേഞ്ച് വണ്ടി പിന്നെ ഈ അടിമാലി വഴിക്കുണ്ട്. ആ വണ്ടിയുടെ പേര് ശക്തി തന്നെയാണ്. ശക്തിയാണ് മെയിൻ ആയിട്ടുള്ളത്. സിസ്റ്റം എല്ലാം മാറി, ഹെഡും എല്ലാം ചെയ്താ. ഓക്കെ. ഓ, ലീക്ക് ഉണ്ടല്ലേ? ഓ, ശരി. ഓക്കെ. ചേട്ടൻ നേരത്തെ ചെയ്താ? നമ്മളിപ്പോൾ ഒരു 5 വർഷം മുന്നേ ഈ റേഡിയേറ്റർ ഇവിടെ കൊടുത്തൊന്ന് ക്ലീൻ ചെയ്തതാണ്. അന്ന് ഇതിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീക്ക് ഒന്ന് മാറ്റി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മസ്താടെ റേഡിയേറ്ററാണ്. അപ്പം അന്ന് ചെറിയ ലീക്ക് വന്നതിൻ്റെ പേരിൽ ഇവിടെ കൊണ്ട് മാറിയതാണ്. അപ്പോൾ അതൊന്ന് ചെറിയ സോൾവ് ചെയ്തു. ഇപ്പോൾ ഇത് കമ്പനി വന്ന റേഡിയേറ്ററാണ്. ഇപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 13 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല 5 വർഷം മുന്നേ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 1-2 ലീക്ക് ഉണ്ട്. അതൊന്ന് അടച്ചു. ഇനിയിപ്പോൾ ഇവരുടെ ഓരോ വർക്കുകളും വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പലതവണ ഈ വെള്ളത്തിലിട്ട് ഇത് ടെസ്റ്റ് അടിച്ച് നോക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം നിറച്ചിട്ട് ടാങ്കിലിട്ട് വെച്ച് എയർ പ്രഷർ അടിച്ചു കൊടുക്കും. എന്നിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അല്ലാതെ ഒരു രീതിയിലും നമുക്ക് ഈ റേഡിയേറ്ററിൻ്റെ ലീക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇത് റേഡിയേറ്റർ റിപ്പയർ ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ച് സെറ്റ് ചെയ്തിട്ട് എൻജിൻ ചൂടാകുമ്പോഴത്തേനായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്രഷർ തള്ളിപ്പോകുന്നത്. ഇതിലേക്ക് ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം കൊണ്ടുപോകുമ്പോൾ തന്നെ ചെറിയൊരു കെമിക്കൽ വാഷ് പോലെ എന്തോ ചെയ്തതിൻ്റെ ഈ ചെളിയെല്ലാം പോകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് കുറേ സമയം ഇവരിത് പ്രഷർ വാഷ് കൊണ്ട് അടിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിരുന്ന ചെളിയെല്ലാം നല്ല രീതിക്ക് പോയി. അപ്പം ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടാണ് വന്നത്. അരമണിക്കൂറിലൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പുള്ളി ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നത്. ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു കൗതുകമാണ്. അതുകൊണ്ട് കുറേ സമയം അത് നോക്കിയിരുന്നു. വളരെ കുറേ തവണ ഇത് ഈ രീതിയിൽ പുള്ളി ആവർത്തിച്ച് കഴുകി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. എല്ലാം നമ്മുടെ കാൺകരാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് അവിടെയൊക്കെ നിന്നപ്പോൾ മടുത്തു. പിന്നെ വണ്ടിക്കകത്ത് കയറിയിരുന്നു, വീണ്ടും ഇറങ്ങി വന്ന് നിന്നു. കുറേ തവണ അങ്ങനെ കഴുകുന്നുണ്ട്. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ JCBയുടെയും ബസ്സിൻ്റെയൊക്കെ റേഡിയേറ്ററുകൾ ആയിട്ട് കുറേ ആൾക്കാർ വന്നു. പിന്നെ അവർക്ക് സ്പെയർ കൊടുത്തു വിടുന്നുണ്ട്. കുറേ നേരം ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് ഞാൻ റോഡിയാണ്. ഞങ്ങൾ സാധാരണ KSCBയുടെ കമ്പി വിളിക്കുന്നല്ലോ. സാധാരണ കമ്പി അല്ല ഇത്. ഇതിന് ഒരു നമ്പർ ഉണ്ട്. ഓരോ അടിക്കുന്നതിന് ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. 2.40 അതിന്റെ തിക്നെസ് MM. ഇത് 4040 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ഓരോന്ന് അടിക്കുന്നതിന് ഓരോ നമ്പറുകളുണ്ട്. അതെന്ന് പറയുമ്പോൾ വെറും വേറെ അലുമിനിയം അല്ലേ, ഇച്ചിരൂടെ ഈ ഗ്ലേസിംഗ് ഇല്ലാത്ത അലുമിനിയം അല്ലേ. ഈ ബാങ്കോ എന്ന് പറഞ്ഞ റേഡിയേറ്റർ കമ്പനി മെയിനായിട്ടും ബാങ്കാണ് വരുന്നത്. പിന്നെ ടൊയോ ഉണ്ട്, പിന്നെ ഡോൾഫിൻ, KCB അങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്. കൂടുതലും നിരത്തിൽ അത്യാവശ്യം ഇറങ്ങുന്നത് ബാങ്കാണ്. ഇവിടെ JCB അതുപോലെ ഹിറ്റാച്ചി എന്നിവിടെയൊക്കെ റേഡിയേറ്ററുകൾ, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഓയിൽ, ഹൈഡ്രോളിക് ഓയിൽ, കൂളറുകൾ, അതിൻ്റെയൊക്കെ റിപ്പയറിങ്ങും സർവീസും ഉണ്ട്. അതുപോലെ തന്നെ പാർട്സുകൾ, പിന്നെ പുതിയ റേഡിയേറ്ററുകൾ ഒക്കെ വരുത്തിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടർബോടെ വരുന്ന സെക്ഷൻ്റെ ആ റേഡിയേറ്റർ അതൊക്കെ ഉണ്ട്. അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പണി ഫിനിഷിങ് ഏകദേശം ഒരു 3 മണിക്കൂറിന് മുകളിലെടുത്തു. ഇപ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുകൾ ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് കസ്റ്റമർക്ക് വരുന്നുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എയർ ഇപ്പോൾ 2-3 തവണ എയർ അടിച്ച് നോക്കി വരുന്നുണ്ട്. വെള്ളത്തിൽ ഇട്ട് വെച്ച് എയർ പ്രഷർ കൊടുക്കുവാണ്. എന്നിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേറെ ഒരിടത്തും ഇങ്ങനെ സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യണം റേഡിയേറ്ററിൻ്റെ അവർക്ക്, എങ്കിൽ മാത്രമേ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ വളരെ റെയറായിട്ടുള്ള റേഡിയേറ്ററിൻ്റെ പാർട്സുകളൊക്കെ ലഭ്യമാണ്. റേഡിയേറ്ററിൻ്റെ റിപ്പയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം തീർത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ച് പാലായിക്ക് പോവുകയാണ്.